ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം അനിശ്ചിതമായി നീളുന്നതും കുളപ്പുള്ളി പട്ടാമ്പി പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുന്നതും വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നു. പാലക്കാട് ഗുരുവായൂർ പാതയിലാണ് വർഷങ്ങളായി ഈ ദുരവസ്ഥ അവസാനിക്കാതെ തുടരുന്നത്. വേനലിൽ പൊടിയും മഴയിൽ ചെളിയുമായി യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പരാതികൾക്ക് അറുതിയില്ല. പാലം നിർമ്മാണത്തിലെ അനിശ്ചിതാവസ്ഥ നിയമസഭയിൽ പോലും ചർച്ചയായെങ്കിലും ഇപ്പോഴും മാറ്റമില്ല. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കമ്പനിയാണ് നിർമ്മാണം വൈകിപ്പിക്കുന്നതെന്ന ന്യായീകരണമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. പാലത്തിന് ചുവട്ടിലും സമീപ പ്രദേശവും കടന്നുപോകാൻ വാഹനയാത്രക്കാർ പെടാപ്പാടുപെടുകയാണ്. ഗേറ്റ് അടച്ചാൽ ഉണ്ടാകുന്ന സമയനഷ്ടം മറികടക്കാൻ മരണവേഗതയിലെത്തുന്ന ബസ്സുകളും അതിനിടയിൽ ചെറിയ വാഹനങ്ങളുമായി പോകുന്നവർ അധികൃതരെ വല്ലാതെ സ്മരിക്കാറുണ്ടിപ്പോൾ. വലിയ കുഴികളും ചെളിയും ഒരു നിയന്ത്രണവുമില്ലാത്ത ക്രമീകരണങ്ങളുമെല്ലാം വാടാനാംകുറിശി പാലത്തിന് താഴെ കാണാം. സമീപത്തെ വീട്ടുകാർക്കും ഇവിടെ ജീവിതം ദുരിതമാണ്. ഇതിനു പുറമെയാണ് കുളപ്പുള്ളി പട്ടാമ്പി പാതയുടെ നിർമ്മാണത്തിന്റെ മെല്ലെപ്പോക്ക്. കൂനിന്മേൽ കുരു എന്ന പോലെ വാടാനാംകുറിശി കടന്നുപോയാൽ പിന്നീട് ഓങ്ങല്ലൂർ കടക്കാൻ പിന്നെയും പാടുപെടും. വർഷങ്ങളേറെയായി ഈ പാതയുടെ പ്രവൃത്തികളും PWDയും തമ്മിലുള്ള വടംവലി തുടങ്ങിയിട്ട്. പാതയിലെ കുഴിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന്റെ ജീവൻ വരെ പൊലിഞ്ഞിട്ടും യാതൊരു അനക്കവും ഇക്കാര്യത്തിലില്ലെന്നതാണ് ദയനീയമായ കാഴ്ച. ഇടയ്ക്കെങ്കിലും PWD മിനിസ്റ്റർ ഈ പാതയുടെ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. 12 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണം മാത്രം നിസ്സംഗതയോടെ ചെയ്യുന്നത് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ക്ഷമ പരീക്ഷിക്കാൻ കൂടിയായേക്കും. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.